ഡീമൺ സ്ലെയർ ആശ്ര ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നൈസാണ്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണോ പ്രതീക്ഷ പോകുന്ന ആ ഒരു ഐറ്റം എന്തായാലും കിട്ടത്തില്ല. കാരണം ആശ്ര ട്രെയിനിലുള്ള ആദ്യത്തെ 2 എപ്പിസോഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് മൂവി കണ്ടവർക്ക് അറിയാം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന്. കാരണം അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും ലാസ്റ്റ് സീസണിന്റെ 2 എപ്പിസോഡും ആശ്ര ട്രെയിനിലുള്ള 2 എപ്പിസോഡും മാത്രമേ ഉള്ളൂ. അതിലും ഈ ഒരു ആർക്കിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എടുത്ത് പറയാനായിട്ട് വലിയ സീക്വൻസ് ഒന്നും ഇല്ല. ആകെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഫുള്ള് ഡയലോഗും കാര്യങ്ങളും എന്താണ് ആ ആർക്ക് അല്ലെങ്കിൽ ആ ട്രെയിനിങ് സെക്ഷൻ ബാക്കി ക്യാരക്ടേഴ്സും എല്ലാം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ആർക്ക് ഫുൾ ഈ ഒരു മോഡലാണ് പോകുന്നത്. ഫുൾ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ട്രെയിനിങ് സെക്ഷൻ്റെ ഒരു. പക്ഷേ ഇനി വരാൻ പോകുന്നതാണ് ശരിക്കുമുള്ള ഒരു ഐറ്റം എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. സോ അതാണ് ശരിക്കും വേറെ ലെവൽ ഓഫ് ഐറ്റംസ് വരാൻ പോകുന്ന ഡയലോഗും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഫേസ് ഒക്കെ ഇവിടെ കൊണ്ടങ്ങ് തീർക്കുവാണ്. ഇനി വരാൻ പോകുന്ന ആർക്കൊക്കെയാണ് വമ്പൻ ട്വിസ്റ്റും അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ തരാൻ പോകുന്ന കേട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് എനിക്ക് പറയാനില്ല. കാരണം ആദ്യത്തെ 2 എപ്പിസോഡ് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് പുതിയ ആർക്കിലുള്ള 2 എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ആ ഒരു കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റ് 2 എപ്പിസോഡിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആർക്ക് എന്താണെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ലാസ്റ്റ് മൂവി കണ്ടവർക്ക് എന്താണോ അപ്പോൾ ഫീൽ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ വരുമ്പോഴും. സോ ഇത് നല്ല തിയേറ്ററിൽ ഇപ്പോൾ ഐമാക്സിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പോയി കണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ നോർമൽ തിയേറ്ററിൽ കാണേണ്ട ആവശ്യം ഇല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനുള്ള ഐറ്റം ഇതിലില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനാണെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് കാണാം. ഒരു ആനിമയൊന്നും ഇതുവരെ തിയേറ്ററിൽ പോയി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ആ ഒരു എക്സ്പീരിയൻസിന് അടിപൊളിയായിരിക്കും. പക്ഷേ ഒരു എന്താ പറയുക, ഡീമൺ സ്ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ വരുന്ന മറ്റേ ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കുറവാണ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് പോകുക, അത്രേ ഉള്ളൂ. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.